നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ട ശേഷം തന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് നവീകരണത്തിനായി ചെലവാക്കിയത് 15 കോടിയിലധികമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. 2024 മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി 48.91 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള മന്ത്രിമന്ദിരങ്ങൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്നും മരപ്പട്ടി ശല്യം രൂക്ഷമാണെന്നും ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെച്ചാൽ മരപ്പട്ടി മൂത്രമൊഴിക്കുമോ എന്ന് പേടിച്ചാണ് മന്ത്രിമന്ദിരങ്ങളിൽ കഴിയുന്നതെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. ഷർട്ടും മുണ്ടും ഇസ്ത്രിയിട്ട് വെച്ചാൽ അതിലും മരപ്പട്ടി മൂത്രമൊഴിക്കുന്ന അവസ്ഥയാണെന്നും മുഖ്യമന്ത്രി വളരെ വേദനയോടെ പൊതുവേദിയിൽ തുറന്നു പറഞ്ഞു. അതുപോലെ വലിയ സുഖസൗകര്യങ്ങളുള്ള മുറികളിലാണ് മന്ത്രിമാർ ജീവിക്കുന്നതെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ എന്ത് മാജിക്കാണ് നടന്നതെന്നറിയില്ല. മുഖ്യമന്ത്രി ഈ പരിതാപ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. അതിനൊക്കെ മുൻപ് തന്നെ പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾക്കായി ഭരണാനുമതി നൽകി ഉത്തരവിറക്കി. ഇക്കഴിഞ്ഞ 26-ാം തീയതി 48.91 ലക്ഷം രൂപയാണ് അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചു കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ മനസ്സ് വായിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മരുമകനുമായ PA മുഹമ്മദ് റിയാസിന്റെ ആ ദീർഘവീക്ഷണം നമ്മൾ കാണാതെ പോകരുത്. പണം ലഭിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിമർശനങ്ങൾക്ക് മുൻകൂർ പ്രതിരോധ മാർഗമായും ഈ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട്. ചരിത്രം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്. തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിന്റെ അംശാദായമടച്ച ക്ഷേമനിധി പോലും മുടങ്ങുന്ന ഈ സാഹചര്യത്തിലും മുടങ്ങാതെ നടക്കുന്ന ഒരേ ഒരു പ്രവൃത്തി ക്ലിഫ് ഹൗസിന്റെ മോടി പിടിപ്പിക്കലാണെന്ന് പറയാതെ വയ്യ. വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ 5.92 ലക്ഷം, കർട്ടൻ നിർമ്മിക്കാൻ 7 ലക്ഷം, കാലിത്തൊഴുത്തിന് 42.50 ലക്ഷം, ചാണകക്കുഴിക്ക് 3.72 ലക്ഷം, മരച്ചില്ല മുറിക്കാൻ 1.77 ലക്ഷം, അങ്ങനെ പോകുന്നു കണക്കുകൾ. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത്, ലിഫ്റ്റ്, നീന്തൽക്കുളം ഇതൊക്കെ നവീകരിക്കാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഫണ്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴി നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് 3.72 ലക്ഷത്തിന്റെ ടെൻഡർ അനുവദിച്ചത്. അതുപോലെ മുൻപ് ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ 42.50 ലക്ഷം രൂപ തീരുമാനിച്ചതും 25.50 ലക്ഷം രൂപയ്ക്ക് ലിഫ്റ്റ് നിർമ്മിച്ചതുമൊക്കെ വലിയ വിവാദമായിരുന്നു.